ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ മോർണിംഗ് വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ എപ്പോഴും എടുക്കുന്ന പോലെ ഞാൻ രാവിലെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മഴയൊക്കെ കുറവുണ്ട് അട്ടപ്പാടിയിൽ. മിക്ക സ്ഥലങ്ങളിലും മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊന്നും മഴയില്ല. അപ്പോൾ ഞാൻ ചെടിയിലേക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാത്തിനും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ചെടികളൊക്കെ രാവിലെ വെള്ളം ഒഴിക്കാൻ വന്നതാണ്. അപ്പോൾ റോസ് ചെടിയൊക്കെ പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വൈറ്റ് റോസ് നട്ടിട്ടുണ്ടായിരുന്നു, അത് പൂവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ്. വെള്ളം ഒഴിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് കണ്ടില്ലേ, അപ്പോൾ 2 പൂവ് എടുത്തിട്ടുണ്ട്. അതിലൊരു മൊട്ടും പിന്നെ ഒരു പൂ വിരിഞ്ഞിട്ടും ഉണ്ട്. പിന്നെ കുറച്ച് കാന്താരി ചെടിയിൽ കാന്താരിയൊക്കെ ഉണ്ടായിരുന്നു, അത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ റോസ് ചെടിയിൽ അത്യാവശ്യം പൂവ് ഇങ്ങനെ വിരിഞ്ഞിരിക്കണതാണ്, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വളർത്തുന്നൊരു പൂച്ചയുണ്ട് കേട്ടോ. അത് എപ്പോഴും കാലിൻ്റെ ചുവട്ടിലായിരിക്കുമേ, അറിയാതെ ചവിട്ടുമെന്നൊരു പേടിയുണ്ട്. എവിടെ പോയാലും പുറകിൽ ഇങ്ങനെ വന്ന് കളിച്ചുകൊണ്ടേയിരിക്കും ഗൈസ്. നല്ല രസമാണ്. അതിന് ഞാൻ ചക്കീന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ചക്കീന്ന് വിളിച്ചാൽ മതി, ഭയങ്കര കളിയാണ്, നല്ല രസമാണ് അത് കാണാൻ. അപ്പോൾ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ പിന്നാലെ നടക്കും കേട്ടോ അത്. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ ഗൈസ്, മഴയില്ല അട്ടപ്പാടിയിൽ. ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ ഈ ഭാഗത്തൊന്നും മഴയില്ല. ചെറിയൊരു ചാറ്റിൽ വരും, പിന്നെയും പോകും, അതേപോലെയായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് മോർണിംഗ് മട്ടനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഗ്രേവി വെക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഈ മട്ടൻ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ മൺപാത്രത്തിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മൺപാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചൂടായതും അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, പട്ടഗ്രാം കുറച്ച് 2-3 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഇഡ്ഡലിക്കുള്ള ഗ്രേവിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും ദോശയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഗ്രേവി വെക്കണത് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് ഇഡ്ഡലിക്ക് മട്ടൻ ഗ്രേവി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അങ്ങനെ ഒരു 2 സബോള ഞാൻ അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. മട്ടൺ പൊടി ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചെടിയിൽ നിന്ന് കുറച്ച് കറിവേപ്പില പറിച്ചിട്ട് വന്നായിരുന്നു, അത് കഴുകിയെടുത്തായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഒന്ന് വാടി വന്നാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാൻ. നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് തേങ്ങയൊന്നും ചേർത്താതെയാണ് ഈ ഗ്രേവി ഉണ്ടാക്കാൻ നോക്കണേ. നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ് കേട്ടോ മട്ടൻ ഗ്രേവി. ഈ പൊടി വെച്ച് ഞാൻ ഉണ്ടാക്കാൻ പോണേ. ശക്തി മസാലയാണിത്. അപ്പോൾ അതും കൂടെ ഒരു പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 4 ടീസ്പൂൺ ഉണ്ടാവും, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത് വറുത്തെടുത്ത ശേഷം നമുക്കതിലേക്ക് ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ ആദ്യം തന്നെ കുക്കറിൽ ഇറച്ചി ഒന്ന് 2-3 വിസിലിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളവും മാറ്റി വെച്ചിട്ട് കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ഈ മസാല ഒന്ന് വറുത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മട്ടൻ അതിലേക്ക് ചേർക്കാണ്. നമുക്കതൊന്ന് മിക്സാക്കി കൊടുക്കാം.
പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്കതൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു 5 മിനിറ്റ് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ഈ മട്ടൻ വേവിച്ച് വെച്ചിരുന്ന വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്, അതാണ് ഒഴിച്ച് കൊടുക്കണേ. ഈ ഇറച്ചി പെട്ടെന്ന് വേവുന്ന ഇറച്ചി ആയതുകൊണ്ട് ഞാൻ അധികം വിസിലൊന്നും വിട്ടില്ല. 3 വിസിൽ വിട്ടിട്ട് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 10 മിനിറ്റും കൂടെ ഗ്രേവി ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് കറി. അപ്പോൾ ഞാൻ ഈ മട്ടൻ വേവിച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഗ്രേവിക്കനുസരിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. കറക്റ്റായിട്ടുണ്ടാവും ഗ്രേവിക്ക്. നമുക്കിതൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഇറക്കി വയ്ക്കാവുന്നതാണ്. ഇഡ്ഡലിക്ക് നല്ല കോമ്പിനേഷനുള്ള ഒരു ഗ്രേവിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് മാറ്റിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.